ഹായ് ഫ്രണ്ട്സ്, കുറേ നാളായിട്ട് ആഗ്രഹിച്ചിരിക്കുന്ന ഒരു സാധനമാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. മുരിങ്ങപ്പൂ തോരൻ. ചെറുപ്പത്തിലൊക്കെ അമ്മ ഉണ്ടാക്കി തന്നിട്ടുണ്ട്, പിന്നെ നമുക്കത് കിട്ടാനില്ലാത്തതുകൊണ്ട് അങ്ങനെ കഴിച്ചിട്ടില്ല. അപ്പോൾ ഇന്ന് ഞാനതാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അച്ചാച്ചൻ മുരിങ്ങയൊക്കെ പറിക്കാൻ പോയപ്പോൾ ഞാൻ കുറച്ച് മുരിങ്ങപ്പൂവും കൂടെ പറിക്കാൻ പറഞ്ഞു. 2-3 ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ വെച്ചത്. അന്ന് ഓൾറെഡി കൂട്ടാൻ വെച്ചതുകൊണ്ട് 2 ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ വെച്ചത്. ഫ്രിഡ്ജിൽ വെച്ചേക്കുമായിരുന്നു. അപ്പം ഞാൻ മുരിങ്ങപ്പൂ എല്ലാം ഇങ്ങനെ ആ തണ്ടേന്നെല്ലാം മാറ്റിയിട്ട് ഞാനതൊന്ന് കഴുകി എടുത്തിട്ടുണ്ടേ. കഴുകി മാറ്റി വെച്ചേക്കാണ്. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് കുറച്ച് സവാള, കുറച്ച് വെളുത്തുള്ളി, പിന്നെ തേങ്ങയുടെ കൊപ്ര എടുത്തേക്കുന്നത്. തേങ്ങ തിരുമ്മി എടുത്താണ് ഞാൻ കൊപ്ര എടുത്തേക്കുന്നത് കേട്ടോ. പിന്നെ ഒരു പച്ചമുളക് എടുത്തുള്ളൂ, കാരണം ഈ മുരിങ്ങപ്പൂവിന് എരിവ് കാണും, ചെറിയ രീതിയിലൊരു എരിവാണ്. അതുകൊണ്ട് ഞാൻ ചെറിയൊരു പച്ചമുളക് എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഈ കൊപ്രയും ഈ പച്ചമുളകും വെളുത്തുള്ളിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഞാനൊന്ന് ചതച്ചെടുക്കാൻ പോവാണേ. അപ്പം ആദ്യം പാത്രം ചൂടായിട്ട് നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ കുറച്ച് കടുക് ഒന്ന് പൊട്ടിച്ചെടുക്കണേ. അപ്പോൾ കടുക് ഒന്ന് പൊട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഈ തേങ്ങ ചതച്ചത് ചേർത്ത് കൊടുക്കുകയാണ്. അതിൻ്റെ കൂടെ ഉള്ളിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറിയ ഉള്ളി ചേർത്ത് കൊടുത്താൽ കുറച്ചുകൂടെ ടേസ്റ്റ് കൂടും കേട്ടോ. ഞാൻ സവാളയാണ് അരിഞ്ഞേക്കുന്നത്. അമ്മ ഇതൊന്നും ഈ സവാള ഉള്ളിയൊന്നും ചേർക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ കുറച്ച് ഉപ്പും അതേപോലെ സവാളയും ചേർത്ത് കൊടുത്താൽ സവാള പൂ വേവുന്ന ടൈമിൽ അതും വെന്ത് കിട്ടും കേട്ടോ. എല്ലാം ഒരുമിച്ച് ഞാൻ അങ്ങ് ഇടുവാണ്. അതിനുശേഷം പൂവും നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന മുരിങ്ങയുടെ പൂവും കുറച്ച് ഇലയുണ്ട്, അതെല്ലാം കൂടെ അതിനകത്തോട്ടിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് അടച്ച് വെക്കണം. വെള്ളം ചേർത്ത് കൊടുക്കുന്നവർക്ക് ചെറുതായിട്ടൊന്ന് തളിച്ചു കൊടുക്കാം. ഇല്ലാത്തവർ വേണ്ട, ആവിയിൽ തന്നെ ഇത് വെന്ത് കിട്ടിക്കോളും. തോരൻ റെഡിയായി നോക്കാതെ ചൂട് കാരണമാണ്. ആഹാ, തോരൻ റെഡി ആയിട്ടുണ്ട്. ആവി പറക്കുന്നു. വേണമെങ്കിൽ കുറച്ചുകൂടെ വെള്ളമയൊക്കെ പറ്റി അങ്ങനെ ആക്കാം. ഇതിപ്പോൾ വെന്ത് കഴിഞ്ഞു. ഇതിനൊരു ശരിക്കും പറഞ്ഞാൽ ഒരു 10 മിനിറ്റത്തെ വേവേ ഉള്ളൂ. കാരണം ഇലയും പൂവൊക്കെ പെട്ടെന്ന് വേവുള്ളൂ. കണ്ടോ, നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എൻ്റെ ചാനലൊന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് മുരിങ്ങയുടെ പൂവ് തോരൻ കേട്ടോ. ഓക്കെ, ബൈ. അടുത്ത വീഡിയോ കാണാം.